ഹലോ. നമ്മൾ ഓണമാണ്. ഓണത്തോടനുബന്ധിച്ച് ഇന്ന് ഉത്രാടമായതുകൊണ്ട് അതും വൈകുന്നേരം ഏകദേശം നമുക്ക് ഉത്രാടത്തിൻ്റെ അന്ന് വൈകിട്ട് കുറച്ച് പാചകങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓണസദ്യ ഗംഭീരമാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാചകം നമ്മൾ ഉത്രാടത്തിനന്ന് വൈകിട്ട് ചെയ്യണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് അച്ചാറുകൾ അതേപോലെ കാളനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ വേണ്ടിയാണ് ജീവൻ ചേട്ടനെ കൊണ്ട് തേങ്ങ ചുരണ്ടിക്കണാണ് ഞാൻ. ഇത് ഭയങ്കര പാടാണ് എനിക്ക് ചുരണ്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ജീവൻ ചേട്ടൻ തകൃതിയായിട്ട് തേങ്ങ ചുരണ്ടാൻ പോവുകയാണ്. അപ്പം പാചകത്തിനുള്ള ഒരു 2 തേങ്ങ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ പരിപാടി ഇന്നത്തെ തേങ്ങ ചിരണ്ടലാണ്. അത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ജോലി ആയതുകൊണ്ട് നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ തേങ്ങ ചിരണ്ടാൻ വേണ്ടി വേണ്ട ഏപ്രൊക്കെ ഇട്ടിട്ടുണ്ട്. അംഗം തുടങ്ങണം. പച്ചക്കായ നമ്മൾ കാളന് വേണ്ടി അല്പം വേവിക്കാനായിട്ട്, അത് ചെറുതായിട്ടൊന്ന് വേവിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിനൊപ്പം അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ട്. പിന്നെ തേങ്ങ ഇടാൻ അരച്ചത് ജീരകവും തേങ്ങയും കൂടി അടിച്ചിട്ടതാണ്. നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. തേങ്ങ അരച്ചതിട്ട് അല്ലേ? നന്നായിട്ട് തിളച്ചിട്ട് വേണം നമുക്ക് തൈര് ഒഴിക്കാൻ. തൈര് അത്ര ഉള്ള അല്ല, അത്ര ഒഴിക്കൊള്ളാന്ന് വെച്ചാണോ? മതി മതി. പോലെ ആ, വേറെ ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഉലുവ, കടുക്, പിന്നെ ഉണക്കമുളക്, നമ്മളൊന്ന് വാട്ടിയിട്ട് നമ്മുടെ കറിയിലേക്ക് ഇടണം. അപ്പോൾ കാളൻ കറി റെഡിയായി. ബീട്രൂട്ട് പച്ചടി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബീട്രൂട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് ഇത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പിന്നെ അടുത്ത പരിപാടി എന്താ? തേങ്ങ ഒഴിക്കട്ടെ. അരച്ചെടുത്ത അല്ലേ? തേങ്ങ അരക്കും. ഓക്കെ, അല്പം വെള്ളം ഒഴിക്കാം. ഈ തേങ്ങ അരച്ചതിന് ശേഷം പിന്നെ അടുത്ത എന്താ ചെയ്യണം? നമുക്ക് തൈര് ഒഴിക്കാം. തൈര് ഒഴിക്കണം അല്ലേ? ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ തിളച്ചോട്ടെ, ആയിക്കോട്ടെ. അപ്പോൾ പറഞ്ഞോട്ട് തന്നെ തൈര് ഒഴിക്കണം അല്ലേ? തൈര് ഒഴിച്ചാൽ അധികം ചൂടാവണം. നേരെ ഒന്ന് ചൂട് കയറിയാൽ മതി. കടുക് പൊട്ടിച്ചിട്ടോ? ബീട്രൂട്ട് പച്ചടി സൂപ്പർ. കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. എന്തായാലും കഴിച്ച് നോക്കിയിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇഞ്ചിക്കറിക്കും അതേപോലെ തന്നെ ഉള്ളിക്കറി അല്ലേ? ഉള്ളിക്കറിക്കുള്ള തേങ്ങ വറുത്തരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കോരി മാറ്റാവുന്നതാണ്. ആ കോരി എടുത്തോ പിപ്പി. കണ്ടോ, തേങ്ങ വറുത്തെടുത്തു. ഇനി അരച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. പിപ്പി വറുത്തെടുത്തു അല്ലേ? ഇനി അല്ലേ, ഇനി നമുക്ക് അരച്ചെടുക്കണം. നമ്മളിതിൽ ചെയ്താൽ വേറെ ഒന്നുമല്ല. ഇതിൽ കുറച്ച് ഉള്ളി നമ്മൾ ആദ്യം വാട്ടി, അതിനുശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്തു, ഒന്ന് മുരിയിച്ചു. അതിനുശേഷം വറുത്തരച്ച തേങ്ങ, ആ തേങ്ങ നമ്മൾ ഒഴിച്ചു. അതിനുശേഷം അല്പം പുളിവെള്ളം കൂടി ഒഴിക്കണം കേട്ടോ. പുളിവെള്ളം കൂടി ഒഴിക്കുക അച്ചാറിനുള്ള. അതായത് അപ്പോൾ നമ്മുടെ ഉള്ളി കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിക്കറിയുടെ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉള്ളിക്കറി റെഡിയായി. ഓക്കെ, അടുത്തത് ഇഞ്ചി കറിയാണ്. അപ്പോൾ ഇഞ്ചിക്കറിക്കുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടാണ്. ഇഞ്ചി കണ്ട, ഇഞ്ചി നമ്മൾ വെളിച്ചെണ്ണയിൽ വാട്ടിയാണ്. ഇഞ്ചി നമ്മൾ കറി ഉണ്ടാക്കുന്നതിന്, ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇഞ്ചി
വറുത്തുകൊണ്ടിരിക്കുന്നത്, വെളിച്ചെണ്ണയിലിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ട ഇഞ്ചി കണ്ട ആ ഇഞ്ചി വറുത്ത് അതോടൊപ്പം തന്നെ ഇവിടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവരും കൂടി ഇഞ്ചി വറുത്തെടുത്തതിന് ശേഷം അതുകൂടി ഒന്ന് ചൂടാക്കി മൊരിയിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയൊക്കെ കൂടി ഒന്നിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചാണ് ഇഞ്ചി കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇഞ്ചി കറി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കുറച്ച് പാവക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, പാവക്കച്ചാറുണ്ട്. അതായത് പാവക്ക കറി എന്ന് വേണമെങ്കിൽ പറയാം. പിഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. പിഞ്ചിക്കറി റെഡി, സൂപ്പർ എന്ന് പറയാം. കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിരിക്കുന്നു കേട്ടോ. എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ജന്മദിനമാണ്. അപ്പോൾ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ കേക്ക് ആയിട്ട് വരുമെന്നും കേക്ക് സംഘടിപ്പിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. എന്നാലും അപ്രതീക്ഷിതമായിട്ട് ഞാനറിയാണ്ട് പരിപാടി പ്ലാൻ ചെയ്തു അല്ലേ. നമുക്ക് എല്ലാവരും അനുവാദത്തോടുകൂടി കേക്ക് കട്ട് ചെയ്യാം. എൻ്റെ ജന്മനാൾ കൂടിയാണ്, അതായത് ഉത്രാടം. ഓണത്തിന് തൊട്ട് മുമ്പുള്ള ഉത്രാട നാളിൽ ഞാൻ സന്തോഷത്തോടുകൂടി കേക്ക് വാങ്ങിക്കും. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. Start. എല്ലാവരെയും പിപ്പീസ് വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഓണത്തോടനുബന്ധിച്ച് ഞങ്ങളിന്ന് തിരുവോണമാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫാമിലി അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി തയ്യാറായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കാണാം, അമ്പലത്തിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ ബൈ. വരൂ 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 വരൂ. ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ള വലിയ വീട്ടിൽക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഞങ്ങളെത്തിയത്. ഞാനും മകളും അതേപോലെ തന്നെ വൈഫും കൂടിയാണ് വന്നത്. മകൻ മറ്റൊരു അമ്പലത്തിൽ അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിരുന്നു. അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയൊക്കെ വന്നു. ഇനി പാചക പരിപാടിയിലേക്ക് കിടക്കണം. പായസം, അതെ അതെ, സദ്യവട്ടങ്ങൾ ഒരുക്കണം. അതിന്റെ ഒരു ഒത്തിരി തിരക്കും കാര്യങ്ങളും ഒരുക്കുള്ളൂ. ആദ്യം ചായ കുടിക്കണം. ചായ കുടിച്ചിട്ടാണ് പാചകം തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് പാചക വീഡിയോസുമായിട്ട് പാചക സമയത്ത് കടന്നു വരാം. ഓക്കെ. പാലട പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ പാചകം തുടങ്ങിയിരിക്കുകയാണ്. പാല് ചൂടായിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമ്മൾ പാലട മിക്സ് ഇടുന്നതാണ്. അപ്പോൾ പാലട പായസം നമ്മൾ പുറത്താണ് സെറ്റ് ചെയ്യുന്നത്. കിച്ചണിൽ വേറെ പാചകം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാചകത്തിൻ്റെ തിരക്കിലാണ് നമ്മൾ. കുറച്ച് അവിയലിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് വേവിച്ച് കഴിഞ്ഞ് ചോറ് അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നു. തേങ്ങ വറുത്തരക്കാനുള്ളതാണ് സാമ്പാറിന്. അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ക്യാബേജിനും സാമ്പാർ കഷ്ണങ്ങളൊക്കെ നമ്മൾ ചെത്തി അരിഞ്ഞൊക്കെ കൃത്യമായിട്ട് വെച്ചേക്കണേന് അടുത്ത പാചകത്തിലേക്ക് കിടക്കുകയാണ്. ഇപ്പി അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം അതെ അടുക്കളയിൽ വന്ന് ധൃതി പിടിച്ച പാചകത്തിലാണ് ഞങ്ങൾ. ഇട്ടോ പായസം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആണ്ടി പരിപ്പെടുന്നു. അടിപൊളി പാലട പായസം
പുത്തറിനാണ് ഇളക്കുന്നത്. ആ നമ്മുടെ പാചകക്കാരൻ വേണ്ട, ഇതാണ് പാചകക്കാരൻ കേട്ടാ. പിപ്പി പാചകക്കാരൻ, പിപ്പി നമ്മുടെ പാചകക്കാരൻ, പുത്രൻ ഷാരോൺ. പായസം റെഡിയായ? റെഡിയായി. നെയ്യൊക്കെ തെളിഞ്ഞു കുറച്ച് ഇരുന്നാട് കുറുകും അല്ലേ? ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങളുടെ തൊട്ട് പുറകിലെ വീടാണ് കേട്ടോ. ആ വീട്ടിലെ കുട്ടികളാണ്, പേരക്കിടാങ്ങളാണ്, തിലകഞ്ചേട്ടൻ്റെ പേരക്കിടാങ്ങളാണ്. അതായത് പമ്മുവിൻ്റെ മക്കൾ 2 പേരും, മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടി. നല്ലൊരു പൂച്ചക്കുട്ടിയുണ്ട് ഇവിടെ, അതിനെ കളിപ്പിക്കലാണ്. എൻ്റെ മോളാണ് ആ ചോക്ലേറ്റ് കൊടുക്കാനായിട്ട് ചെന്നത്. എന്തായാലും അവൻ അവിടെ പൂക്കളമൊക്കെ ഇട്ടുകൊണ്ട് നിൽപ്പുണ്ട്. ഇളയാൾ അവൻ ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിലാണ്. ഓണത്തിന് എല്ലാവരും അമ്പലത്തിൽ, അവരും അമ്പലത്തിലൊക്കെ പോയി വന്നതാണ്. അപ്പോൾ ആ ചിരി കണ്ടില്ല, ഒരു വളിച്ച ചിരി. ഓക്കെ, ഇത് നമ്മുടെ കേബേജിനുള്ള പരിപാടിയാണ് കേട്ടോ. കേബേജ് ഇടാനുള്ള പരിപാടിയാണ്. തേങ്ങയൊക്കെ ചതച്ച് നമ്മൾ ഒന്ന് മുരിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് തേങ്ങ ഒന്ന് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേബേജ് ഇടും. കേബേജ് ഇട്ട് കഴിഞ്ഞാൽ കേബേജിൻ്റെ പണിയും തീരും. അങ്ങനെ പാചകത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞ് സാമ്പാർ ഉണ്ടായി കഴിഞ്ഞു. പപ്പടം വറുത്തു, അവസാനത്തെ പപ്പടം വറുത്തു അവസാന റൗണ്ട്. സാമ്പാറാണ് ഫൈനലായിട്ട് ഉണ്ടാക്കിയത്. സാമ്പാർ എങ്ങനെയുണ്ട്? ഒന്ന് ഇളക്കി, നല്ല അടിപൊളിയായിട്ടില്ലേ? കണ്ടിട്ട് ഇപ്പോഴേ തന്നെ ഓണസദ്യ കഴിക്കാൻ തോന്നുന്നു. എന്തായാലും സെറ്റപ്പാണ്. വറുത്തരച്ചാണ് തേങ്ങ അല്ലേ? തേങ്ങ വറുത്തരച്ചിട്ടാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പൊ പാചകമൊക്കെ നമ്മുടെ അവസാനിച്ചു. ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടികൾ നോക്കണം. അപ്പൊ അതിന്റെ ഒരു തയ്യാറെടുപ്പിലേക്ക് പോകാൻ പോവുകയാണ്. നമ്മള് ഓണസദ്യയൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഓണസദ്യ ആണ് ഈ കാണുന്നത്. അത് അച്ചാറുകൾ ഒക്കെ ഉണ്ട്. ഇതുണ്ട് അച്ചാറ്, പച്ചടി, അതേപോലെ തന്നെ അവിയല്, പായസമൊക്കെ ഉണ്ടല്ലേ, പായസം. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂവെങ്കിലും അത് എല്ലാം നമ്മളിവിടെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇല ഇടണം. ഇല ഇട്ടിട്ട് എല്ലാവരും വന്നിരിക്കണം. ഒന്നിച്ചിരുന്ന് ഞങ്ങൾ 4 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സമയമാണെങ്കിൽ 1:30 കഴിഞ്ഞു. പാചകം കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് വൈകി. അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനുള്ള പരിപാടി. നമ്മുടെ പിപ്പി വരുന്നുണ്ട്. പിപ്പി, നമുക്ക് സദ്യ തുടങ്ങിയാലോ? സമയം ഒരുപാട് ആയില്ലേ? എന്തായാലും പാചകമൊക്കെ ചെയ്ത് എല്ലാവരും ക്ഷീണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സദ്യ കഴിക്കാം അല്ലേ? അപ്പോൾ കറികൾ വിളമ്പുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ആ, ഇഞ്ചിച്ചാറ് വിളമ്പ്. ഇഞ്ചിക്കറി, ഇഞ്ചി അച്ചാറ് എന്നൊക്കെ പറയും നമ്മൾ. ഉള്ളിക്കറിയാണ്. കാളൻ, കാളക്കറി, അടുത്തതാ ബീട്രൂട്ട് പച്ചടി. ബീട്രൂട്ട് പച്ചടി, ക്യാബേജ്, ചോറ് വിളമ്പാം. അവിയലുളമ്പില്ല. അവിയലുളമ്പ്. ഇനി സാമ്പാർ എടുത്തേക്ക്. ഞാൻ ചോറ് വിളമ്പാ. ഞാൻ ചോറ് വിളമ്പണം. സാമ്പാർ, പപ്പടം, പപ്പടം. അപ്പോൾ ഓണസദ്യ കഴിച്ചു തുടങ്ങാം. ദേവുട്ടി, ഓണസദ്യ കഴിച്ചു തുടങ്ങാം അല്ലേ? അപ്പോൾ ഞാനിനി പായസം എടുക്കാൻ പോണം. സദ്യ കഴിഞ്ഞു, കറികളെല്ലാം കൂട്ടി കഴിഞ്ഞു. ഒരു കയ്യിൽ പായസം, അടപ്രഥമൻ പപ്പടത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു. പൊടിക്കും കൂടി ഒഴിക്കട്ടെ.
വേണ്ടേ പിപ്പിക്കോട്ടെ? പിപ്പിക്ക് ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. ആവട്ടെ ആവട്ടെ, കുറച്ചും കൂടെ ഒഴിക്കട്ടെ. അരക്കയിലും കൂടെ ഒഴിക്കുക. അത് കുടിച്ച് നോക്കിയേ. ഇത് അപ്പൂസ് ഉണ്ടാക്കിയ പായസം ഉണ്ട്, നമ്മളല്ല ഉണ്ടാക്കിയത്. അപ്പൂസാണ് ഇതിൻ്റെ പായസത്തിൻ്റെ സൂത്രധാരൻ. അപ്പൂസ് സാറവിടെ മകനാണ്. ദേവൂട്ടി എന്ന് പറഞ്ഞ മകളാണ്. കണ്ടില്ലേ, ഇതാണ് മകള്. ക്യാമറയുടെ മുന്നിൽ ഭയങ്കര നാണോ ചമ്മലും ഒക്കെ ഉണ്ട്. പുള്ളിക്ക് സെൽഫി എടുക്കാന്നൊക്കെ ഉള്ള പരിപാടിയുള്ളൂ. ക്യാമറ മുമ്പിൽ വരല് വളരെ കുറവാണ്. അപ്പം ഞാൻ കഴിക്കട്ടെ. സൂപ്പറാണ്. ഇപ്പോൾ ഞങ്ങളുടെ സദ്യയൊക്കെ കഴിഞ്ഞു. പായസം കുടിച്ചു, അടപ്രഥമൻ പായസം കുടിച്ചു. അപ്പോൾ സദ്യയുടെ അവസാന സ്റ്റേജും തീർന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പിപ്പീസ് ബ്ലോഗ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. മാത്രമല്ല നമ്മളെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. പറയൂ. ചേട്ടൻ പറഞ്ഞു, ഇനിയിപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസ.